നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ മാസം സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, അവർക്ക് ലഭിക്കുന്ന സഹായങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് KSRTC ബസ്സിലുള്ള യാത്ര എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്യുക, മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആയി നമ്മൾ നോക്കാൻ പോകുന്നത് KSRTC ബസ്സിലുള്ള സ്ത്രീകൾക്കുള്ള യാത്രയാണ്. ജൂൺ മാസം 15-ാം തീയതി മുതലാണ് ഈ യാത്ര തുടങ്ങുന്നത്. എല്ലാ സ്ത്രീകൾക്കും, അത് കേരളത്തിലുള്ള മാത്രമല്ല, നമ്മുടെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് മുഴുവൻ സംസ്ഥാനത്തിലെ സ്ത്രീകൾക്കും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുമാണ് 15-ാം തീയതി മുതൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത്. നിലവിലിപ്പോൾ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും സൗജന്യ യാത്ര അനുവദിക്കുക. നമ്മുടെ നാടുകളിൽ ഓടുന്ന ബസ്സുകൾ ഓർഡിനറി ആണോ, അതുപോലെ സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ പോലത്തെ ബസ്സുകളാണോ എന്നെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. ഓർഡിനറി ബസ്സുകളിൽ 15-ാം തീയതി മുതൽ തന്നെ അതിൽ സ്റ്റിക്കർ ഒട്ടിക്കും, ഈ ബസ് ഓർഡിനറി ആണെന്നും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണെന്നുള്ള അടക്കമുള്ള സ്റ്റിക്കർ ബസ്സുകളിൽ മുൻപിലും പിൻപിലും സൈഡിലുമെല്ലാം ഒട്ടിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. യാത്ര ചെയ്യുന്ന സമയത്ത് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ KSRTC ബസ്സുകളിലും സൗജന്യ യാത്രയില്ല, ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് സൗജന്യമുള്ളത്. ഒരുപാട് കാറ്റഗറി ബസ്സുകൾ നമ്മുടെ നാടുകളിലുണ്ട്. ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ്, മിന്നൽ, അതുപോലെ തന്നെ ഒരുപാട് ബസ്സുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അതിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും ആദ്യഘട്ടത്തിൽ സൗജന്യ യാത്ര എന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. ഈ ഒരു സ്റ്റിക്കർ ബസ്സുകളിൽ മുമ്പിലും പിമ്പിലും ഉള്ള സ്റ്റിക്കർ നോക്കി മാത്രം ബസ്സുകൾ കയറാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബസ്സുകളിൽ കയറുന്ന സ്ത്രീകൾക്ക് ടിക്കറ്റ് നൽകും, പക്ഷേ അതിൽ സീറോ എന്ന രൂപത്തിലായിരിക്കും ടിക്കറ്റ് കാണിക്കുക. അത് എത്ര സ്ത്രീകൾ കയറുന്നുണ്ട്, എങ്ങനെയെല്ലാം കയറുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഭവമായി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സുരക്ഷാ പെൻഷനുണ്ട്, മാസം 1000 രൂപയുടെ പെൻഷൻ. ഇപ്പോൾ അത് 3 മാസത്തെ കുടിശ്ശികയായിട്ടുണ്ട്. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലായി 3 മാസങ്ങളിലെ പൈസയാണ് ഇപ്പോൾ ലഭിക്കാനുള്ളത്. അതുപ്രകാരം 3000 രൂപ അവർക്ക് ലഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ സർക്കാർ ഇതുവരെയും ഔദ്യോഗികമായി ഇതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇത് നിർത്തലാക്കിയ കാര്യങ്ങളോ നമ്മളെ അറിയിച്ചിട്ടില്ല. ഈ മാസം 19-ാം തീയതിയാണ് ഈ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരണം. ഈ ബജറ്റിൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഇങ്ങനെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ സർക്കാർ ആദ്യം പ്രഖ്യാപിച്ച ഇൻഷുറൻസ് കാർഡ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം ആ ഒരു ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരിക്കാം. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനലൊന്ന് ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ചാനൽ ഇതുപോലത്തെ വീഡിയോസുകൾ മാത്രമായിരിക്കും തുടർന്നും വരുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടി വെക്കുക. നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റായി ചോദിക്കുന്നതാണ്, കമൻറ്റ് നമ്മൾ മറുപടി നൽകുന്നതുമാണ്. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും